എൻ്റെ പ്രണയം ഭാഗം 75. അവൻ അവളെ ഗാഢമായി തന്നെ പുണർന്നു. മതി മതി ഹരിയേട്ടാ, ഇനി പറയല്ലേ, ഞാൻ തളർന്നു പോകും ഹരിയേട്ടാ, അവൾ പറഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ, അവളുടെ ആ ചുണ്ടുകളിലെ വിറയൽ അവനെ വല്ലാതെ ആകർഷിച്ചു. പൊന്നു, ഐ വാണ്ട് എ ഡീപ് കിസ് റൈറ്റ് നൗ. മറുപടി പറയാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഹരി അവളുടെ ചുണ്ടുകളെ ഗാഢമായി തന്നെ ചുംബിച്ചു. ദീർഘനേരത്തെ ആ ചുംബനത്തിൽ പൊന്നു തളർന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഹരി, പൊന്നു, വാ, പോകാനിടയെ എല്ലാവരും വന്നു. മുത്തശ്ശിയുടെ ശബ്ദമാണ്. അയ്യോ, ഇനി ഞാൻ എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും? പൊന്നു ചോദിച്ചു. എന്തുകൊണ്ട് നോക്കിക്കൂടാ? നമ്മളെ കല്യാണം കഴിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അവരും ഇതൊക്കെ കഴിഞ്ഞു തന്നെ വന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോര്. ഇനി അവരുടെ കൂടെ പോയി നടക്കില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നടന്നു. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കണ്ട, ഹരി പറഞ്ഞു. അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചു. എനിക്ക് വേദനിച്ച ഞാനും വേദനിപ്പിക്കൂട്ടോ, അവൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഇപ്പോൾ വേദനിപ്പിച്ചതോ? അയ്യോ, വേദനിച്ചോ? നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളെ ചുണ്ടിൽ തൊടാൻ പോയതും മാറി നിന്നേ. ഹരി! വീണ്ടും മുത്തശ്ശിയുടെ വിളി കേട്ടതും വാതിൽ തുറക്ക് ഹരിയേട്ടാ, അവൾ പറഞ്ഞു. ഞാൻ പുറകെ വരാം. എന്തിന്? നീ വാ പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും ഹരി മുത്തശ്ശിയെ നോക്കി ചിരിച്ചു. പൊന്നു തല കുനിച്ച് നിൽക്കുകയാണ്. മോളെ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി വേഗം അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ മുത്തശ്ശിയുടെ കൂടെ പോകുന്നത് കണ്ടതും ഹരി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും അടുത്തേക്ക് ചെന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മുത്തച്ഛ. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് എൻ്റെ വില്ലയിലേക്ക് താമസം മാറണ്ടെങ്കിൽ മുത്തശ്ശിയോട് മര്യാദയ്ക്ക് എൻ്റെ പെണ്ണിനെ എൻ്റെ അടുത്ത് തരാൻ പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ ദേ എൻ്റെ പെണ്ണിനെയും കൊണ്ട് വില്ലയിലേക്ക് പോകും, ഹരി പറഞ്ഞു. നീ എവിടെ പോയാലും അവിടെ ഞങ്ങളും വരും, മുത്തച്ഛൻ പറഞ്ഞു. അതെന്തിന്? ഇനി അങ്ങനെയാണ്. ഇനി നീ എവിടെ പോയാലും ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഞങ്ങൾ ഒരുമിച്ച്, അല്ലടാ മോനെ? മുത്തച്ഛൻ അച്ഛനോട് ചോദിച്ചു. അല്ലാതെ പിന്നെ, ഞങ്ങൾക്ക് ഒരേ ഒരു മകനല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി ജീവിക്കുമ്പോൾ അവരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഞങ്ങളുടെ കൊച്ചുമകൻ്റെയും ഭാര്യയുടെയും കൂടെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും വരും. അത് ശരിയാ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ കൂടെ വേറൊരു ആഗ്രഹം കൂടിയില്ലേ? നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ താലോലിക്കണ്ടേ? മുത്തച്ഛന് മുതുമുത്തച്ഛനും അച്ഛന് അച്ചാച്ചനും ആവണ്ടേ? പക്ഷേ ഈ മുത്തശ്ശി ഇങ്ങനെ പോയാൽ സമ്മതിക്കില്ല. അതാ പറഞ്ഞത് ഞാൻ എൻ്റെ വില്ലയിലേക്ക് എൻ്റെ പെണ്ണിനെയും കൊണ്ട് പോകുമെന്ന്. പിന്നെ എന്നിട്ട് എല്ലാവരും കല്യാണം കഴിച്ച് ഭാര്യയും കൂട്ടി ഒറ്റയ്ക്ക് പോയിട്ട് പിള്ളേരുണ്ടാക്കുകയാണല്ലോ. ഒന്ന് പോടകേക്കാ. പണ്ട് കാലത്തൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ 6, 7, 8 പിള്ളേരുണ്ടായിട്ടുണ്ട് ഒരാൾക്ക് തന്നെ. അത്രയും ആളുകൾ ഉണ്ടായിട്ട് കൂടി പിന്നെയാണ് നീ പോട ചക്ക. നിന്റെ പെണ്ണിനെ നിന്റെ മുത്തശ്ശിയും അമ്മയും വിട്ടുതരുമെന്ന് തോന്നുന്നില്ല. നീ അങ്ങോട്ട് നോക്ക്. ഒരാൾക്ക് മകളെ കിട്ടിയ സന്തോഷവും മറ്റൊരാൾക്ക് കൊച്ചുമകളെ കിട്ടിയ സന്തോഷമാണ്. ആ ഒരുക്കിക്കൊടുക്കലാണ് ആ കാണുന്നത്. ഈശ്വര, എൻ്റെ പെണ്ണിനെ കാണാൻ എന്ത് സുന്ദരിയാ. ഇനി മുത്തശ്ശി ഈ കവളിലും മറ്റേ കവളിലും 2 കവളിലും പൊട്ടുവെച്ച് കൊടുക്കും എന്നാ തോന്നുന്നത്, ഹരി മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അങ്ങോട്ട് നോക്ക്. മുത്തശ്ശി കണ്ണിൽ നിന്ന് കൺമഷി എടുത്ത് അവളുടെ കവളിൽ തൊട്ട് കൊടുക്കുന്നത്. എടാ പൊട്ട, അത് കവളിൽ തൊട്ട് കൊടുത്തതല്ല, ചെവിയുടെ പുറകിൽ തൊട്ട് കൊടുക്കുന്നതാണ്. അത് പൊന്നൂന് കണ്ണ് കിട്ടാതിരിക്കാനാണ്. നീ പറഞ്ഞതുപോലെ ഈ തറവാടിൻ്റെ ആകെ കൂടിയുള്ളൊരു മരുമകളാണ്. അതും കാണാൻ സുന്ദരിയായ ഞങ്ങളുടെ കൊച്ചുമകൾ. അവൾക്ക് കണ്ണ് കിട്ടാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? കണ്ണ് കിട്ടാതെ നോക്കുക മാത്രമല്ല, ചില പീഡന വീരന്മാരിൽ നിന്നും ഞങ്ങളുടെ മകളെ രക്ഷിക്കേണ്ടതും ഞങ്ങളുടെ കടമയാണ്. മുത്തശ്ശൻ ഹരിയെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. മുന്നോട്ട് നടന്നു. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? ഹരി സ്വയം എന്ന പോലെ പറയുന്നത് കേട്ടതും നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞത് തന്നെയാണ്, നിന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും ചിരിച്ചുകൊണ്ട് നടന്നുപോയി. അതെങ്ങനെ ഞാൻ പീഡനവീരനാകുന്നത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ? അപ്പോൾ ഞാൻ സ്നേഹം കാണിക്കുന്നതല്ലേ? അതെങ്ങനെയാ പീഡനമാകുന്നത്? അവൻ സ്വയം ആലോചിച്ചു. ഹരി,
നീ അവിടെ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ആലോചിച്ചോട്ടോ, ഞങ്ങൾ പോയിട്ട് വരാം. മോളെയും ഞങ്ങൾ കൊണ്ടുപോവുകയാണേ. നീ ആലോചിച്ച് തീർന്നിട്ട് വന്നാൽ മതി, അച്ഛൻ നടക്കുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ഹരി വേഗം തന്നെ നടന്നു. അതെ പൊന്നുമോളെ, ഇങ്ങോട്ട് പോര്, നമുക്ക് രണ്ടുപേർക്കും എൻ്റെ വണ്ടി പോകാം. നമുക്ക് കിളവൻ്റെയും കിളവത്തിമാരുടെയും കൂടെ പോകണ്ട. ഹരി ചെന്ന് പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരാടാ കിളവനും കിളവതിയും? നീ നോക്കിക്കേ, നിന്നേക്കാൾ ലുക്ക് ഞങ്ങൾക്കില്ലേ എന്ന്. ലുക്കൊക്കെയുണ്ട്, പക്ഷെ പ്രായം അതെനിക്കറിയാലോ. എനിക്ക് മാത്രമല്ല, പലർക്കും അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ, എൻ്റെയൊക്കെ ഈ പ്രായം എത്തുമ്പോൾ നിന്നെയൊക്കെ എടുത്ത് വല്ല പൊട്ടക്കിണറ്റിലിടേണ്ട അവസ്ഥയാകും, നോക്കിക്കോ, മുത്തശ്ശി പറഞ്ഞു. ഇത്തിരി മുമ്പ് എനിക്കും തോന്നിയതാ പൊട്ടക്കിണറ്റിലിടാൻ, എൻ്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ, ഹരി പതിയെ പറഞ്ഞു. അത് അടുത്ത് നിന്ന പൊന്നു കേട്ടെങ്കിലും മറ്റാരും കേട്ടില്ല. നിങ്ങളിങ്ങനെ വഴക്കൂടി നിന്നോ, ഇപ്പം തന്നെ സമയം എത്രയും നോക്കിക്കേ. ഇനി ഈ ബ്ലോക്കിനിടയിൽ അവിടെ എത്തുമ്പോഴേക്കും ഇനി ലേറ്റാകും. മോളെ, വീട്ടിലെ എല്ലാവരും വിളിച്ചിരുന്നോ? അവരിറങ്ങിയോ? അമ്മ ചോദിച്ചു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നമ്മേ, അവർ ഇറങ്ങാൻ പോയെന്നാ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ്, ഞങ്ങളുടെ ഒപ്പം വരികയാണോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേറെ കാറിലാണോ വരുന്നത്? ഞങ്ങളുടെ കാറിൽ വന്നോളാം. ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഞങ്ങളല്ലേ, അപ്പോൾ ഞങ്ങളുടെ എൻട്രി മാസ് ആയിക്കോട്ടെ, ഹരി പറഞ്ഞു. ശരി ശരി, പക്ഷേ ഞങ്ങളുടെ പുറകെ തന്നെ വരണം, നീ മുങ്ങരുത് എന്ന് പറഞ്ഞ് അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കോ ഡ്രൈവിംഗ് സീറ്റിൽ മുത്തച്ഛനും പിന്നിലായി മുത്തശ്ശിയും അമ്മയും കയറി. അവരുടെ കാർ പോയതിനു ശേഷമാണ് ഹരിയും പൊന്നുവും പോയത്. ഇതെല്ലാം കണ്ടുകൊണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ ശിവരഞ്ജിനിയും അവളുടെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ സ്ഥാനത്ത് എൻ്റെ മോളെ വരേണ്ടതായിരുന്നു. നാളെ മുതൽ അവൾ SP ഹരിരുദ്രദേവിൻ്റെ ഭാര്യയാണ്. കൊള്ളാം, അവളുടെ ഒരു തലയിലെഴുത്ത് എന്ന് പറഞ്ഞ് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവളുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയി. ശിവരഞ്ജിനി അവരുടെ കാറ് പോകുന്നത് നോക്കി നിന്നു. കാറിലിരുന്ന് ഹരി കുറുമ്പുകൾ പറയുന്നുണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നു. അതെ പൊന്നു, നാളെ മുതൽ ഞാൻ തിരക്കിലായിരിക്കും. എന്നെ ഇതുപോലെ ഒന്ന് കാണാൻ കിട്ടില്ല. രാത്രി എപ്പോഴാണ് വരുന്നത്, പകൽ എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഈ പാർട്ടി വേണ്ടായിരുന്നു അല്ലേ പൊന്നു? ഹരി പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. അല്ല, ഇത്രയും സമയം കൂടി എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരുന്നു, ഹരി പറഞ്ഞു. അപ്പോഴാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്തത്. എടുത്തപ്പോൾ നികേഷ് ആയിരുന്നു. ഹരി കോൾ കാറിൽ കണക്ട് ചെയ്തു. ഹരി സർ, ഇന്ന് ഞങ്ങൾ അഭയുടെ അമ്മയുമായിട്ട് സംസാരിക്കാൻ ചെന്നിരുന്നു. അവരോട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ചെന്നത്. അവരിപ്പോൾ ഒരു മഠത്തിലാണ്. മഠത്തിലെ സിസ്റ്റർമാരുടെ പരിചരണത്തിൽ അവർ ഓക്കെയായി വരുന്നുണ്ട്. അഭയയുടെ അമ്മ സാറിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെയോ? അതെ, സാറിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് എങ്ങനെ അവർക്കറിയാം? സാറിൻ്റെ അമ്മയുടെ PA ദിനേശ് അവരെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറിഞ്ഞത്. അപ്പോൾ സാറിനെ കാണണമെന്ന് പറഞ്ഞു. ശരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, ഹരി പറഞ്ഞു. സാറിനിന്ന് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഉണ്ട് നികേഷ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവരുടെ കാര്യം. ഞാനും വൈഫും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നോളാം. താനിപ്പോൾ അവിടെയുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്തും, ഹരി പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും അവൻ പൊന്നുവിനെ നോക്കി. പൊന്നു, നമുക്ക് പോകാം ഹരിയേട്ടാ. പക്ഷേ അവളുടെ ഡ്രസ്സിലേക്കൊന്ന് നോക്കി. ഇങ്ങനെ ഞാൻ എങ്ങനെയാ ആ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്, അതും ആ അമ്മ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ? പൊന്നു പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം. ഹരിയേട്ടൻ പോയി കണ്ടിട്ട് വന്നാൽ മതി. ഇനി എന്തായാലും അത് വൈകിക്കാൻ നിൽക്കണ്ട. കാരണം ഹരിയേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് ശത്രുക്കൾ ഹരിയേട്ടൻ്റെ പുറകിലുണ്ട്, ആ അമ്മയുടെ പുറകിലും ഉണ്ടാകും. അതുകൊണ്ട് ഒരു മിനിറ്റ് നേരം പോലും നമ്മൾ താമസിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പൊന്നു പറഞ്ഞപ്പോൾ ഹരിക്ക് സന്തോഷമാണ് തോന്നിയത്. എന്നാൽ പോകാം അല്ലേ? അതിന് അവളൊന്ന് ചിരിച്ചു. ഹരി കാറ് മഠത്തിലേക്കെടുത്തു. പൊന്നു വേഗം തന്നെ ഫോണെടുത്ത് ഹരിയുടെ അമ്മയെ വിളിച്ചു. പൊന്നു അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കൂടി വരണോ മോളെ? അമ്മ ചോദിച്ചു. വേണ്ട അമ്മേ, ഇപ്പോൾ അമ്മ അവിടെ ഉണ്ടാകണം, ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ എന്തായാലും ആ അമ്മയെ കാണാൻ പോകുന്നില്ല.
ഞാൻ കാറിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിയേട്ടൻ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു, അവൾ പറഞ്ഞു. അതെന്താ, മോള് പോയി കാണായിരുന്നില്ലേ? കാണണമെന്നുണ്ടായിരുന്നു അമ്മേ. പക്ഷേ ഈ വേഷത്തിൽ എങ്ങനെയാ അമ്മയെ ഞാൻ ആ അമ്മയെ കാണാൻ പോകുന്നത്? മകൾ മരിച്ചിരിക്കുന്ന ആ അമ്മയുടെ മുന്നിലേക്ക് എനിക്കിങ്ങനെ പോകാൻ തോന്നുന്നില്ല, അവൾ പറഞ്ഞു. ശരി അമ്മേ, അവിടെ ഒന്ന് പറഞ്ഞേക്കണേ. അച്ഛനോടും അമ്മയോടും അമ്മ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനും ഹരിയേട്ടനും കൂടി എന്തെങ്കിലും ആവശ്യത്തിന് പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ആലോചനയിലാണ് ഹരി എന്ന് മനസ്സിലായതും പിന്നെ അവനെ ശല്യപ്പെടുത്താൻ നിന്നില്ല. അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. സമയം സന്ധ്യ മയങ്ങിയത് കൊണ്ട് തന്നെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റുകൾ എല്ലാം പ്രകാശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹരി കാറിൽ നിന്നും ഇറങ്ങി പൊന്നുവിനെ ഒന്ന് നോക്കി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് നികേഷ് വരുന്നത് ഹരി കാണുന്നത്. മേഡം വരുന്നില്ലേ? അയാൾ വന്ന് ചോദിച്ചു. ഇല്ല, നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിനെ നോക്കി. പൊന്നു ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഹരി അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് നികേഷിൻ്റെ ഒപ്പം നടന്നു പോകുന്നത് പൊന്നു നോക്കിയിരുന്നു. അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവിടെ മാകെ ഒന്ന് നോക്കി. അതൊരു സ്കൂൾ കൂടി ഉള്ള മഠമാണെന്ന് അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവൾ ആ സ്കൂളിലും ആ മഠത്തിൻ്റെയും നടുക്കായി കാണുന്ന മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക് നടന്നു. കുഞ്ഞേശുവിനെയും കയ്യിലേന്തി നിൽക്കുന്ന മാതാവിനെ കണ്ടതും അവൾ കുറച്ചു നേരം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നി. അവൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. മോള് ഈ നേരത്തെന്താ ഇവിടെ? പള്ളിയിൽ വന്നതാണോ? ഇന്ന് പാതിരാ കുർബാനയുണ്ട്, പുതുവർഷമായിട്ടേ അങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ സിസ്റ്റർ ആ സ്കൂൾ വക കോമ്പൗണ്ടിൻ്റെ റോഡിൻ്റെ അപ്പുറത്തുള്ള വലിയ പള്ളിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് പൊന്നു അത് ശ്രദ്ധിച്ചത്. അവിടെ നിറയെ ആളുകൾ ഉണ്ട്, നിറയെ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? ഈ നേരത്തോ? അവർ ചോദിച്ചു. ആരെ കാണാൻ വേണ്ടിയാ? സിസ്റ്റർ ചോദിച്ചു. അത് അഭയയുടെ അമ്മ. പൊന്നു പറഞ്ഞതും അവർ അവളെ അത്ഭുതത്തോടെ നോക്കി. നികേഷ് സാറിൻ്റെ? അല്ല, ഞാൻ ഹരിരുദ്രദേവിൻ്റെ ഭാര്യയാണ്. അവർക്ക് മനസ്സിലാവാത്തതുപോലെ അവർ അവളെ നോക്കി. നികേഷിൻ്റെ ഫ്രണ്ടാണ് എന്ന് മാത്രമാണ് പൊന്നു പറഞ്ഞത്. ഓ, അപ്പോൾ സാറിൻ്റെ കൂടെ വന്നതായിരിക്കുമല്ലേ? സാറിവിടെ ACP സാറിനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നത് കുറേ നേരമായി, ആ സിസ്റ്റർ പറഞ്ഞു. എന്നാ മോള് വാ, നമുക്ക് ആ പള്ളിയിലേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് സിസ്റ്റർ നടന്നു. അവളും ആ സിസ്റ്ററിൻ്റെ കൂടെ നടന്നു. എന്തു പറയാനാ മോളെ, ഒരുപാട് സ്വപ്നങ്ങളുമായി വളർത്തിയെടുത്ത മക്കളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. മോൾക്കറിയോ, ആ അമ്മമാർ ആ മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ആകെ തകർന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ 3 മക്കളുടെയും വസ്ത്രങ്ങളും അത്യാവശ്യം നല്ലതെന്ന് തോന്നിക്കുന്ന അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഈ മഠത്തിലെ അനാഥ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അതുമാത്രമല്ല, ആ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച സ്വർണങ്ങളും എല്ലാം അവർ ഈ അനാഥാലയത്തിലെ കുട്ടികളുടെ വിവാഹത്തിനായി കൊടുക്കാൻ വേണ്ടി മദറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അന്നേ അവർ 3 പേരും ഇവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയേനെ. അവർ അങ്ങനെ ചോദിച്ചിരുന്നോ? അത് ഇവിടെ നിന്നോട്ടെ എന്ന് പൊന്നു ചോദിച്ചു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഇടയ്ക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ കുട്ടികളോട് ഒരുപാട് സ്നേഹത്തിൽ സംസാരിച്ചത്. അവരുടെ മകളുടെ പ്രായമുള്ള 2 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വിവാഹം ഞങ്ങൾ നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണേ അവർ വന്നത്. അപ്പോൾ അതറിഞ്ഞ് അവർ അവരുടെ മക്കളുടെ വിവാഹത്തിനായിട്ട് കരുതി വച്ചിരുന്ന ആ സമ്പാദ്യം അവർക്ക് കൊടുത്തത്. ആ 2 പേർക്കും കൊടുത്തേ. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നേ ഇവിടുത്തെ കുട്ടികളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ. ഇവിടെ വരുമ്പോൾ അവരുടെ വിഷമങ്ങൾ മറക്കുന്നതായാണ് അവർ പറയുന്നത്, സിസ്റ്റർ പറഞ്ഞു. 2 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണോ വന്നത്? പൊന്നു ചോദിച്ചു. ഇല്ല മോളെ, ആദ്യം വന്നപ്പോഴാണ് അവർ കുട്ടികളുമായിട്ട് സംസാരിച്ചതും ആ പെൺകുട്ടികളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം ഞങ്ങൾ പറഞ്ഞതും. അതിനുശേഷം അവർ വന്നത് അവർക്കുള്ള ആഭരണങ്ങളും പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കായി
അവരുടെ മക്കളുടെ വസ്ത്രങ്ങളും പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്കുകളും അങ്ങനെയെല്ലാമായിട്ടാണ് വന്നത്. സിസ്റ്റർ പറഞ്ഞു. മോള് എന്ത് ചെയ്യുകയാ? സിസ്റ്റർ ചോദിച്ചു. ഞാൻ കോളേജിലെ അധ്യാപികയാണ്, അവൾ പറഞ്ഞു. അതെയോ? കണ്ടാ പറയില്ല കേട്ടോ. ഇന്ന് മോള് എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ വേണ്ടി വന്നതാണോ? അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. ഇന്ന് എൻ്റെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഒരു ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്, അവൾ പറഞ്ഞു. അതെയോ മോളെ, എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മോൾക്ക് ഞങ്ങളുടെ ഈ ഓർഫനേജിൽ പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? ആ കുട്ടികളുടെ വിവാഹം അടുത്ത മാസം 27-ാം തീയതി നടക്കാനിരിക്കുകയാണ്. ആ കുട്ടികളുടെ തുടർ പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അവരെ വിവാഹം കഴിക്കാൻ പോകുന്നവർ അവരെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ആ കുട്ടികൾക്ക് മോൾ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ? ആ സിസ്റ്റർ ചോദിച്ചു. അത് ഏത് കോഴ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്? പൊന്നു ചോദിച്ചു. BCom എടുക്കണമെന്നാണ് അവർ പറയുന്നത്. അതിന് കാരണം ആ കുട്ടികളുടെ അമ്മമാർ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തത് BCom ഫസ്റ്റ് ഇയർ ബുക്കാണ്. ആ മരിച്ചുപോയ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നതേ അതായിരുന്നേ. ഈ കുട്ടികളുടെ തുടർ പഠനത്തിന് സാമ്പത്തികം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവരെ വേഗം വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് കിട്ടിയ കുട്ടികൾക്ക് വീണ്ടും പഠിക്കാൻ പോയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. ബുക്ക് വാങ്ങാനുള്ള പണം കൊടുക്കില്ല എന്ന് പറഞ്ഞാണേ അവരുടെ പഠനം ഇവിടുത്തെ അധികാരികൾ നിഷേധിച്ചത്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ പഠിക്കാനായിട്ട് പണം ചെലവഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരുടെ പഠനം നിർത്തുകയായിരുന്നു. ഇങ്ങനെ അവർക്ക് ബുക്കും കാര്യങ്ങളും കിട്ടിയപ്പോൾ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പ്രൈവറ്റായിട്ട് പഠിക്കണമെന്നാണേ അവർ പറയുന്നതേ. കാരണം അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അവർക്ക് പിന്നീടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, സിസ്റ്റർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താക്കന്മാർ ആ കോളേജിൽ സീറ്റ് കിട്ടിയാൽ അവരെ പഠിപ്പിക്കാൻ വിട്ടാലോ, സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ, ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ഇനി അവർക്ക് വന്നാൽ തന്നെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേറൊരു കാര്യം ചെയ്യാം. അവർ വിവാഹം കഴിക്കുന്നത് എങ്ങോട്ടാണ്? പൊന്നു ചോദിച്ചു. അത് ഇവിടെ അടുത്തുള്ള ആളുകൾ തന്നെയാണേ, നമ്മുടെ ഇടവകയിലെ ആളുകൾ തന്നെയാണ്. അവർ പള്ളിയിൽ വെച്ച് ആ കുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നതേ. ഒരാൾ ബേക്കറി ഷോപ്പ് നടത്തുന്നു, ഒരാൾ ടൗണിലെ പ്രശസ്തമായ ഒരു ജ്വല്ലറി ഇല്ലേ, തെക്കേടത്ത് ജ്വല്ലറി, അവിടുത്തെ സ്റ്റാഫ് കൂടിയാണേ. അത് കേട്ടതും പൊന്നുവിൻ്റെ കണ്ണുകൾ വിടർന്നു. തങ്ങളുടെ ഷോപ്പിലെ സ്റ്റാഫാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത്. അവർ സ്ത്രീധനമൊന്നും വേണ്ടെന്നും അവർ തന്നെ കൊണ്ടുവന്ന് ആഭരണങ്ങൾ ഇട്ടുകൊള്ളാമെന്നും എല്ലാം പറഞ്ഞാണേ അവർ വിവാഹം നടത്താൻ സമ്മതം ചോദിച്ചത്. ഇപ്പോൾ ആ കുട്ടികൾക്ക് ആ മരിച്ചുപോയ കുട്ടികളുടെ അമ്മമാർ കൊണ്ടുവന്ന് കൊടുത്ത 6 പവൻ വീതമുണ്ടേ. അടുത്ത മാസം 27-ാം തീയതിയാണേ അവരുടെ വിവാഹം. അവരെ പഠിപ്പിക്കാൻ ആ പയ്യന്മാർ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് അവർക്കും വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് വന്നത്. നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു. പക്ഷേ ബുക്കെല്ലാം വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ല എന്നുള്ളത് കൊണ്ടാണേ അവരുടെ പഠനം അവർ ഉപേക്ഷിച്ചതേ. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അത് തുടർന്ന് പഠിക്കണമെന്ന് അവരുടെ ആഗ്രഹം പറഞ്ഞു. പ്രൈവറ്റായിട്ട് പഠിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം അവർ പറഞ്ഞത്, ഇപ്പോൾ ആ കുട്ടികളുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നിടത്ത് അവരുടെ ഭർത്താവിൻ്റെ സ്വന്തം ബേക്കറിയാണല്ലോ. അവിടെ ഭർത്താവിനെ സഹായിക്കാൻ രാവിലെ മുതൽ പോകാമെന്നും വൈകിട്ട് ഈവനിങ് ക്ലാസ്സിന് പോകാമെന്നുമാണ് ഒരാൾ പറയുന്നത്. മറ്റൊരാൾ ഭർത്താവ് ജോലി ചെയ്യുന്ന ആ ജ്വല്ലറി ഷോപ്പിൽ ജോലിക്ക് കയറാൻ നോക്കുന്നുണ്ടേ. അങ്ങനെയാണെങ്കിൽ അയാൾക്കും വൈകിട്ട് ഈവനിങ് ക്ലാസ്സിന് കയറാലോ, സിസ്റ്റർ പറഞ്ഞു. അത് നല്ല കാര്യമാണ് സിസ്റ്റർ. ആ കുട്ടികൾക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ഒരു വരുമാനമാകും. ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരില്ല. പിന്നെ എനിക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് പഠന കാര്യങ്ങളിൽ എന്ത് സംശയമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പറയാം, ഞാൻ സഹായിക്കാം. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ മതി, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 4 കൂട്ടുകാരാണ്. 4 പേരും ആ കോളേജിലെ അധ്യാപകരാണ്. ഞങ്ങൾക്ക് 4 പേർക്കും അവരെ സഹായിക്കാൻ പറ്റും, പൊന്നു പറഞ്ഞു. അതെയോ? അത് വളരെ വലിയ ഉപകാരമാണ് മോളെ.
എന്നാൽ ഒരു കാര്യം ചെയ്യാം സിസ്റ്റർ, അവർക്ക് എൻ്റെ ഈ നമ്പർ കൊടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. പൊന്നു പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ നമ്പർ സിസ്റ്ററിൻ്റെ ഫോണിലേക്ക് റിങ് ചെയ്ത് കൊടുത്തു. എന്താ മോളുടെ പേര്? ഇതൾ, അവൾ പറഞ്ഞു. അപ്പോഴാണ് ഹരിയും നികേഷും കൂടി അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് പൊന്നു കാണുന്നത്. എന്നെ വിളിക്കാൻ പറയൂട്ടോ, പറ്റുമെങ്കിൽ ഞാൻ അവരെ കണ്ടോളാം, പൊന്നു പറഞ്ഞു. അപ്പോഴേക്കും ഹരിയും നികേഷും അവരുടെ അടുത്തെത്തിയിരുന്നു. പൊന്നു ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഹരി ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. സിസ്റ്റർ, ഇതാണ് എൻ്റെ ഭർത്താവ് ഹരി രുദ്രദേവ്, പൊന്നു പരിചയപ്പെടുത്തി കൊടുത്തു. സിസ്റ്റർ ഹരിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ, ഇന്നൊരു പാർട്ടിയുണ്ട്, അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ഹരി സിസ്റ്ററോട് യാത്ര പറഞ്ഞു. അപ്പോൾ നികേഷ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേ, നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിൻ്റെ കൈ പിടിച്ചു. പൊന്നുവും സിസ്റ്ററോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കാറിനടുത്തേക്ക് നടന്നു. രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടല്ലേ, സിസ്റ്റർ പറഞ്ഞു. നികേഷ് അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ആ പയ്യനും അധ്യാപകൻ തന്നെയാണോ, സിസ്റ്റർ ചോദിച്ചു. അല്ല, അദ്ദേഹം ACP ആണ്, ACP ഹരി രുദ്രദേവ്. ആ മരിച്ചുപോയ ആ 3 പെൺകുട്ടികളുടെയും ആ 2 അമ്മമാരുടെയും കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹമാണ്. അത് കേട്ടതും സിസ്റ്റർ ഞെട്ടലോടെ അയാളെ നോക്കി. പിന്നെ കാറിലേക്ക് കയറി പോകുന്ന ഹരിയെയും പൊന്നുവിനെയും നോക്കി. അപ്പോൾ പിന്നെ കാണാം സിസ്റ്റർ എന്ന് പറഞ്ഞ് നികേഷും അവിടെ നിന്നും നടന്നുപോയി. എന്നാൽ ഇവരെ നോക്കിക്കൊണ്ട് മാതാവിൻ്റെ രൂപത്തിന് പുറകിൽ ഒരു നിഴൽ നിന്നത് ആരും കണ്ടില്ല. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സംശയം വന്നോ വീണ്ടും? ആരായിരിക്കും മാതാവിൻ്റെ രൂപത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത്? ഒന്ന് ഊഹിച്ച് പറയാമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ആരാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നൊരു കാര്യം മറന്നു, ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ലൈക്കും കമൻസും പിന്നെ സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ലവ് യു ഓൾ.